കോഴിക്കോട് കടലുണ്ടി കോട്ടക്കടവിലെ TMH ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിൽ വ്യാജ ഡോക്ടർ അറസ്റ്റിൽ. കടലുണ്ടി പൂച്ചേരിക്കുന്ന് പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന പച്ചാട്ട് ഹൌസിൽ വിനോദ് കുമാറിന്റെ മരണം ചികിത്സാ പിഴവെന്ന് ആരോപിച്ചുകൊണ്ടാണ് കുടുംബം പരാതി നൽകിയത്. TMH ഹോസ്പിറ്റലിൽ ആയിരുന്ന പത്തനംതിട്ട ചാത്തനേരി വലിയ പറമ്പിൽ വീട്ടിൽ 30 വയസ്സുകാരനായ അബു എബ്രഹാം ലൂക്കിനെ ഫറൂഖ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. MBBS പഠനം പൂർത്തിയാക്കാതെയാണ് പ്രതി ചികിത്സ നടത്തിയത്. വഞ്ചന, ആൾമാറാട്ടം, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തതെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ AM സിദ്ദീഖ് പറഞ്ഞു. ഈ മാസം 23-ന് പുലർച്ചെ 4:30ഓടെയാണ് വിനോദ് കുമാറിനെ കഠിനമായ നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗിയെ പ്രാഥമിക പരിശോധന നടത്താതെ രക്തപരിശോധനയാണ് ആദ്യം നടത്തിയതെന്നും തുടർന്ന് അരമണിക്കൂറിനകം രോഗി മരിച്ചെന്നുമാണ് കുടുംബം പറയുന്നത്. 27-ന് വിനോദ് കുമാറിന്റെ സഹോദരന്റെ ചികിത്സക്കായി വിനോദ് കുമാറിന്റെ മകനും ഡോക്ടറുമായ അശ്വിനും സുഹൃത്തുക്കളും ആശുപത്രിയിലെത്തിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇവർ നടത്തിയ അന്വേഷണത്തിൽ അബു എബ്രഹാം ലൂക്കിന് MBBS ബിരുദമില്ലെന്ന് മനസ്സിലാക്കി. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 5 വർഷമായി അബു എബ്രഹാം ഇവിടെ RMO ആയിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ചില ആശുപത്രികളിൽ ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആഴ്ചയിൽ 2 ദിവസം അബു എബ്രഹാം RMO ആയി ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നുവെന്ന് ആശുപത്രി മാനേജർ P. മനോജ് പറഞ്ഞു. ഇപ്പോൾ ജോലിയിൽ നിന്ന് നീക്കിയതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അബു എബ്രഹാം ലൂക്ക് 2011-ൽ MBBS പഠനത്തിന് ചേർന്നതായി ഫറൂഖ് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ജോലിക്ക് പ്രവേശിക്കുമ്പോൾ ഡോക്ടറായി എൻറോൾ ചെയ്ത രജിസ്റ്റർ നമ്പർ ആശുപത്രിക്ക് നൽകിയിരുന്നതായി മാനേജറും പറഞ്ഞു. ഈ നമ്പർ വ്യാജമാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ യഥാർത്ഥ രജിസ്റ്റർ നമ്പർ ലഭിച്ചതും MBBS പാസ്സായില്ല എന്ന് അധികൃതർക്ക് മനസ്സിലാകുന്നതും. MBBS കഴിഞ്ഞ് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് എന്നാണ് ഇയാൾ ആശുപത്രി അധികൃതരെ വിശ്വസിപ്പിച്ചത്. പരീക്ഷയ്ക്കായി അവധിയെടുത്ത് പോകാറുമുണ്ടായിരുന്നു. മരിച്ച വിനോദ് കുമാറിന്റെ ബന്ധുക്കൾക്ക് ആദ്യം പരാതിയില്ലായിരുന്നു. പിന്നീട് ഒരു ബന്ധുവുമായി വിനോദ് കുമാറിന്റെ മകനും ഭാര്യയും ഇതേ ആശുപത്രിയിൽ എത്തിയിരുന്നു. മകന്റെ ഭാര്യ സഹപാഠിയായ അബു എബ്രഹാം ലൂക്കിനെ തിരിച്ചറിഞ്ഞതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തറിഞ്ഞത്. ഈ പെൺകുട്ടിയാണ് ഇയാൾ MBBS പൂർത്തിയാക്കാത്ത വിവരം അറിയിച്ചതെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കി.